ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കാൻ പോണേ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ പാർട്ട് 3 വീഡിയോ എടുത്തില്ല, എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ വേറെ വീഡിയോസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഒരു കാര്യം കാണിച്ചു തരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാനൊരു ന്യൂ ഹൗസ് ഉണ്ടാക്കിയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ന്യൂ ഹൗസ്. എനിക്ക് ഈ ഹൗസ് ഏതായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ്, ഇന്നത്തെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു മോബ് ഫാർം ഉണ്ടാക്കണം. അപ്പൊ അതിനായിട്ട് കുറെ വൂളും വേണം, അയണും വേണം, ഈ എന്താ പറയുക ഇതും വേണം. അപ്പൊ നമുക്ക് കുറച്ച് മൈനിങ് ചെയ്യാണ്ട്. മൈനിങ്ങിനായിട്ട് അപ്പൊ നമ്മളിത് പോവുകയാണ്. നമ്മൾ ചെസ്റ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു അയൺ മാത്രമേ ഉള്ളൂ, അല്ല 2 അയണുണ്ട്. നമുക്ക് 4 കോപ്പർ വേണം. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. പിന്നെ നമുക്ക് കോബിൾ സ്റ്റോൺ വേണം. അതിന് മേലോട്ട് കോബിൾ സ്റ്റോൺ അല്ലെങ്കിൽ വേറെ സംഭവമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ കോബിൾ സ്റ്റോൺ ആണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് മൈനിങ്ങിന് പോയിട്ട് കുറച്ച് അയൺ കളിച്ചിട്ടും വരാം. ഒരു സ്റ്റാക്ക് അയണെങ്കിലും നമുക്ക് അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു അയൺ ആർമർ ക്രിയേറ്റ് ആക്കണല്ലോ. ഇന്ത്യയിൽ ഇപ്പോൾ അയൺ ആർമർ ഇല്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്ത്യയിൽ അയൺ ആർമറേ ഇല്ല. ഇന്ത്യയിൽ അപ്പടെ അയൺ പിക്കാക്സും അയൺ സോഡും മാത്രമേ ഉള്ളൂ. ഇതാണ് ഗൈസ് നമ്മളെ മൈനിങ് ഏരിയ. നമ്മള് ഇന്ന് മോബ് ഫാർം ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് അറിയുന്ന പോലെ ഞാൻ നോക്കാം മാക്സിമം. ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം. Guys, I am dead. അപ്പൊ ഗൈസ്, നമ്മളെ കീപ്പർ നമ്മള് വേഗം പോണം. ഇത് പോകും. ഞാൻ ചിലപ്പോ വേറെ ഏരിയ ചിലപ്പോ ക്രിയേറ്റ് ആക്കും. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡയമണ്ട് ആവശ്യം, ഡയമണ്ടിന്റെ ആവശ്യം. അപ്പോ എന്റെ ലക്ഷ്യം എന്താ ചെയ്യാൻ, അപ്പോ ചിലപ്പോ നാളത്തെ ഉണ്ടാവാം. ഓക്കെ ഗൈസ്, ചിലപ്പോൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ ഈ മൈനിങ് ഏരിയ ഡേഞ്ചറാണ്.
ഗൈസ് അതിലും കിട്ടാനില്ല. നമുക്ക് ഗൈസ് വേറെ ഈ രീതിയിൽ എവിടെയെങ്കിലും മൈനിങ് ചെയ്യണം. നമുക്ക് പോകാം. എന്തായാലും പോകില്ല. ഇത് നോക്കട്ടെ. നമുക്ക് അയണം. അപ്പൊ ഗൈസ് നമ്മളപ്പോ ഇന്നത്തെ 2 ബ്ലോക്ക് ഹൈറ്റിലിപ്പോ നമ്മൾ മോബ് ഫാർമിനത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ 2 ബ്ലോക്കാണ് ഇതിപ്പോ. ഇനിയിപ്പോ നമുക്കിനി 3 ബ്ലോക്ക് അങ്ങനെ 19 ബ്ലോക്ക് വരെ ഞാൻ പോണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് ആയതാണ് നിങ്ങളും ബ്ലോക്ക്. ഇതിപ്പോ 3ാമത്തെ ബ്ലോക്ക്. 3 ഗൈസിന് മോബ് ഫാർമിന്റെ ഏറ്റവും ടോപ്പ് എത്തിയിട്ട് ഞാൻ കാണാവേ. ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളപ്പോ മോബ് ഫാർമിന്റെ ടോപ്പിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. കുറേ നല്ല പണിയെടുത്തു ഗൈസ്. നമ്മളിൽ 2 സ്റ്റാക്ക് 3 സ്റ്റാക്ക് സ്ലാബ് ഉണ്ട്. അതും കൂടി ഇനി റൂഫിൽ സെറ്റാക്കി ഞാൻ നല്ല എത്ര മണിക്ക് എനിക്കൊരു കൗണ്ട് കണ്ടാൽ പറയും. ചിലപ്പോ കാണിച്ചു ഞാനും എത്രയിലാന്ന് വെച്ചാൽ പോകും. ടാപ്റ്ററോടൊക്കെ വെക്കാണ്ടല്ലേ. ഈ മോബ് ഫാർമിന്റെ പണി കണ്ടിട്ട് കാണാട്ടോ. ഫുള്ളി പണി കണ്ടിട്ട് ഞാൻ കാണിച്ചുതരാം. ഒരു മോബിലൂടെ സ്പോണായാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ, അത്രേ ഉള്ളൂ ഇവിടെ പറയാം. അപ്പൊ ഗൈസ് നമ്മളെ മോബ് ഫാർം നമ്മളെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ ഗൈസ് മോബ് ഫാർം. ഓക്കെ, എൻ്റെ ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ മോബ് ഫാർം ഞാൻ ഉണ്ടാക്കണതാണ്. നല്ല എക്സൈറ്റഡ് ആണ്. ഇതിനായിട്ടൊരു മോബ് സ്പോൺ ആയായിരുന്നു. ക്രീപ്പറിന് ഞാൻ അടിച്ചു ഗൈസ്. സോംബി ട്രാപ്റ്ററോട് ഇവിടെ വെച്ചേക്കാം. ക്രീപ്പർ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിത് ഉണ്ടാക്കി താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഫുള്ള് സോംബീസ് കാരണം ഗൈസ്. കുറച്ച് കുറവാണ്. സ്പോണ് ഗൈസ് കുറച്ച് കുറവാട്ടോ. സ്പോണ് ഇവർ ക്രിയേറ്റ് ആക്കുന്നതൊക്കെ കുറച്ച് സ്പോണ് കുറവായിട്ടാണ്. അതായത് മോബ് ഫാർം ഇപ്പം ഇങ്ങനെ ഗൈസ്. ഞാൻ ആദ്യമായിട്ട് മോബ് ഫാർം ഉണ്ടാക്കുന്നതുകൊണ്ട് തീരെ കുട്ടികൾക്ക് അറിയത്തില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും. നമ്മളിതിലൊക്കെ എക്സ്പി കയറുമോ? ഉണ്ടാക്കി ടാപ്റ്ററോടും അല്ലാതെ ഡേർട്ടൊന്നും പൊട്ടിച്ച് കളയാം. സ്പോണോ ഉള്ളതൊന്നും
കുറേ തോട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ബ്ലോക്കിന്റെ റേഞ്ച് ഉണ്ടാവും, കാരണം സ്പോൺ ആവാത്തത് അറിയില്ല. ഞാൻ ഈ മോബ് ഫാർം ഉണ്ടാക്കാൻ പഠിച്ചത് സുധീൻ്റെ വീഡിയോ കണ്ടിട്ടാട്ടോ. സുധീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ മോബ് ഫാർമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ. അല്ലാതെ ഞാൻ കുറേ ശ്രമിച്ചായിരുന്നു, പണ്ട് ഞാൻ കുറേ ശ്രമിച്ചിരുന്നൊക്കെ ഉണ്ടാക്കാനേ പറ്റില്ല. ഞാൻ സുധീൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയി കാണൽ കൊടുത്തിട്ട് അവൻ്റെ മോബ് ഫാർം കണ്ട് ആണ് ഞാൻ എന്തായാലും ഇങ്ങനെ കഴിയട്ടോ. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ ഒരു വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ മോബ് ഫാർമുള്ളത്. അപ്പം ഇനി ഞാൻ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത പാർട്ടായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അടുത്ത പാർട്ടി ചിലപ്പോൾ ഞാൻ ട്രേഡിങ്ങിൻ്റെ ഇതാക്കാരം, വില്ലേജ് ട്രേഡിങ്ങിൻ്റെ അതാക്കാരം, അല്ലെങ്കിൽ നെതർ പോർട്ടലിൻ്റെ സംഭവങ്ങളാവും ആക്കാരം. ചിലപ്പോൾ അടുത്ത പാർട്ടിൽ ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങൾ ഗൈസ്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും ഫസ്റ്റ് ഏതാണ് നമുക്ക് എന്താ പറയുക നാളെ ചെയ്യേണ്ട വീഡിയോ ഏതാ ചെയ്യേണ്ടതെന്ന് പറയാം. എന്താ പറയുക, വില്ലേജർ ട്രേഡറാണോ അതോ നെതർ പോർട്ടലാണോ ഗൈസ്? നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.